ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരം രാത്രിയിൽ കുറച്ച് വിശേഷം കേട്ടോ. കുറച്ച് മാങ്ങ ഇന്നലെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യോടെ അത് അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെക്കാമെന്ന്. അപ്പോൾ ഇത് അച്ചാറിടുന്നത് ഞാൻ കാണിക്കാം കേട്ടോ, പറ്റുമെങ്കിൽ. അല്ലെങ്കിൽ എൻ്റെ തട്ടിക്കൂട്ട് അച്ചാറാണ്, പെട്ടെന്ന് ഞാൻ തട്ടിക്കൂട്ടി ഒരു അച്ചാറുണ്ടാക്കും. അപ്പോൾ ഇതാണ് ഞാൻ മാങ്ങ ഉപ്പ് പുരട്ടി വെച്ചേക്കുന്ന കൂട്ടുകാരെ. നല്ല അടിപൊളി മാങ്ങ കേട്ടോ. സത്യം പറഞ്ഞാൽ അപൂർവമാണ് നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ മാങ്ങ കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീടിനടുത്ത് ഉണക്കമീൻ കൊണ്ടുവരുന്നൊരു അച്ഛനുണ്ട്. അപ്പോൾ അച്ഛന് ചാരുമുട്ടിലൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഇതുപോലെ ആരോ മാങ്ങ കൊണ്ട് കൊടുത്ത് വിൽക്കാൻ കൊണ്ട് കൊടുത്തതാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. അടിപൊളി മാങ്ങയായിരുന്നു. ഇത് രാവിലെ അരച്ച അപ്പത്തിൻ്റെ ചമ്മന്തി കേട്ടോ. അപ്പം ഞാൻ വൈകുന്നേരം അപ്പം ഉണ്ടാക്കാൻ പോകണം. അപ്പം ഇന്നലെ അരച്ച മാവിൻ്റെ മാവ്, അപ്പത്തിനുള്ള മാവ് രാവിലെ എടുത്തതിൻ്റെ ബാക്കിയാട്ടോ ഇത്. അപ്പം ഞാൻ വിചാരിച്ച് 2-3 അപ്പം ഉണ്ടാക്കാം. അപ്പോൾ കാർത്തിക്കുട്ടിക്കും എനിക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അപ്പം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറയുടെ എൻ്റെ ഫോണിൻ്റെ പിടിക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതങ്ങ് പൊട്ടിപ്പോയി കൂട്ടുകാരെ. അല്ലെങ്കിൽ അത് ഒരിടത്ത് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു കേട്ടോ. അത് സാരമില്ല, പോട്ടെ. പിന്നെ അത് കഴിഞ്ഞപ്പം എന്താ പറയുക, അപ്പോൾ നമ്മുടെ അപ്പം നല്ല അടിപൊളി അപ്പത്തിന് ഞാൻ അരച്ച് വെച്ച മാവ് കേട്ടോ. ഞാൻ പച്ചരിയും തേങ്ങയും കുറച്ച് ഈസ്റ്റും അതുപോലെ ശകലം ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് അരയ്ക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് എന്ന് വെച്ചാൽ സത്യം പറയാൻ ഞാൻ ചോറൊന്നും ഇട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ഓർത്തത് ഞാൻ ചോറിട്ടില്ലല്ലോ. പക്ഷെ ചോറിടാതെ തന്നെ നല്ല അടിപൊളി അപ്പത്തിൻ്റെ മാവ് കിട്ടി കേട്ടോ. പക്ഷേ നിങ്ങൾ ഇച്ചിരി ചോറും കൂടി ഇടുകയാണെങ്കിലുണ്ടല്ലോ, പഞ്ഞി പോലെ ഇരിക്കും. നല്ല പഞ്ഞി, ഇപ്പം തന്നെ നല്ല പഞ്ഞി കിട്ടും. അപ്പം ചോറും കൂടി ഇടാമെങ്കിൽ ഇച്ചിരി കൂടെ പഞ്ഞി കിട്ടും. ഇത് പശയോ അങ്ങനെ കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ. നല്ല അടിപൊളി മാവായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഈ പാക്കറ്റിലൊക്കെ മാവ് മേടിക്കുന്നതിനെക്കാട്ടി നമ്മൾ വീട്ടിൽ അരയ്ക്കുന്ന മാവ് കേട്ടോ. അപ്പം ഞാൻ മാങ്ങ അരിഞ്ഞ് വെച്ചത് എനിക്ക് പുളി കൂട്ടുമ്പോഴത്തേക്കിന് പറ്റത്തില്ല. പക്ഷെ നല്ല അടിപൊളി ഉപ്പൊക്കെ പുരട്ടി വെച്ചപ്പോഴത്തേക്കിന് വായിലിപ്പോഴും വെള്ളം വരുന്നു കേട്ടോ. നല്ല നല്ല മാങ്ങയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറേ പറക്കി അങ്ങ് തിന്നു. കുറേ പറക്കി തിന്നു കഴിഞ്ഞിട്ട് വല്ലയിടത്തും അടിച്ച് വയറുവേദന എടുത്ത് കിടക്കാമല്ലോ. എനിക്ക് പുളിയൊന്നും പറ്റത്തില്ല കൂട്ടുകാരെ, എങ്കിലും കൊതി കൊണ്ട് കഴിച്ചു കേട്ടോ. പിന്നെ രണ്ടാമത്തെ അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ക്യാമറയുടെ എന്താ പറയുക, എൻ്റെ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, സ്റ്റാൻഡ് ഒടിഞ്ഞു പോയതുകൊണ്ട്. പിന്നെ അതിങ്ങനെ എങ്ങനെയൊക്കെയോ തിരിച്ച് ഇട്ട് കേട്ടോ. എന്നും വീഡിയോസായിട്ടൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വീഡിയോസൊക്കെ എടുക്കാനൊന്നും ഉള്ള സമയമൊന്നും കിട്ടുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റാൻഡിങ് ഒടിഞ്ഞു പോയത്